ശങ്കരിക്ക് ഇന്നലെ ചെറിയൊരു വയറിളക്കം ഉണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വയറിളകിയിട്ടുമുണ്ട്, ഛർദ്ദിച്ചിട്ടുമുണ്ട്. ഛർദ്ദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഫ സെറ്റിൽ ഒരു തലയണുണ്ട്, അതുപോലെ നല്ല കട്ടിലൊരു ത്രെഡ് ഉണ്ട്, അത് വയറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടാണ് കേട്ടോ. ഛർദ്ദിച്ച കൂട്ടത്തിൽ ആ വലിയൊരു ത്രെഡും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വയറിളക്കം എന്താണെന്നറിയില്ല, കഴിക്കുന്നതിനനുസരിച്ചിട്ട് ആൾക്ക് വയറിളകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കണ്ടില്ല, ആ ഒരു പാലന്നെ ആളങ്ങോട്ട് മുഴുവനാക്കാൻ പറ്റുന്നില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വെച്ചാൽ ഇവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വാലഞ്ചേരിയിലുള്ള വെറ്റിനറി ക്ലിനിക്കിൽ കൊണ്ടുപോകാമെന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ വണ്ടിയിൽ കയറി അങ്ങോട്ട് ഇരുന്നു കേട്ടോ. പിന്നെ ഡോർ അങ്ങോട്ട് അടച്ചു. ആളവിടെ കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് അവരങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ ഇവിടെ ഇങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അവളെ കൊണ്ടുപോയത് നമ്മൾ ശങ്കരന് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരം അതങ്ങോട്ട് നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയ ശങ്കരി വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ കൊപ്ര നന്നാക്കുന്ന സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ അതും അങ്ങോട്ട് കയറിയിരുന്നു. എനിക്ക് തന്നിട്ട് മതി ബാക്കി എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഗോപും അമ്മയും കൊണ്ടും കുറച്ച് നേരം അവളെ കളിപ്പിച്ചതിന് ശേഷം ഇച്ചിരി കൊപ്ര കഷ്ണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താവോ എന്തോ ആൾ കണ്ടിട്ട് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ആക്റ്റീവൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്ന് അവിടെ ഡോക്ടർ ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നൊരു ദിവസം കൂടി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വേറെ മരുന്നൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്ന് കുറവില്ലെങ്കിൽ നാളെ ഒന്നുകൂടെ ഒന്ന് കൊണ്ടുപോയി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ മഞ്ചേരിക്ക് പോകേണ്ടി വരും. പോയി വന്നപ്പോൾ അവളുടെ കയ്യിൽ ഈ ഒരു കോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 4 ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് അവളുടെ വായിലിരിക്കുന്നുണ്ട്. അവൾക്ക് എല്ലതും ഒരുമിച്ച് വേണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് കാറിൻ്റെ ഡിക്കുമ്പോൾ പോയിട്ട് അവളുടെ സൗന്ദര്യമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും കയ്യിലുള്ളത് വാങ്ങാനുള്ള ധൃതിയായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ നേരെ ചെന്നപ്പോൾ ശങ്കര നല്ലൊരു ഉറക്കം, എന്താ എണീക്കിട്ട് ശങ്കരി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളങ്ങോട്ട് എണീറ്റ് കേട്ടോ. അപ്പം നേരെ ആളെ കൂട്ടിക്ക് അങ്ങോട്ട് ഞാൻ ആ ഒരു കോലം അങ്ങോട്ട് കൊടുക്കാൻ തന്നപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതാണ് ഇവിടെ മെയിൻ പരിപാടി. ഒക്കെ എനിക്ക് മാത്രം മതി എന്നുള്ളൊരു വ്യവസ്ഥയിലാണ് കേട്ടോ. അവസാനം ഞാൻ അവനെയും കൂടി അങ്ങോട്ട് തുറന്നു വിട്ടു. ഇനി പുറത്തിരുന്ന് അങ്ങോട്ട് കുറച്ച് നേരം കളിക്കട്ടെ എന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. അവരെ പാട്ടിലങ്ങോട്ട് നോക്കുന്നു. ഞാൻ കുറച്ചധികം നേരം ആ കളിയും കണ്ടിരുന്നു കേട്ടോ. എന്താ രസമല്ലേ. ഇടയ്ക്ക് വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ശങ്കരീനെ മാത്രം കയറിടാതെ നമുക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ, കാരണം നമ്മുടെ കൂടെ നടക്കുള്ളൂ. ശങ്കരൻ പക്ഷേ അങ്ങനെയല്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഗേറ്റ് ചാരിയ ശേഷം പിന്നെ ഇവരെ കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ ആ കോല് ഞാൻ അങ്ങോട്ട് കുഞ്ഞൂസിനെ എടുത്തു. മേട്ടൂന് ഈ പരിപാടിയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. പിന്നെ അവൻ്റെ ഡോർ തുറന്ന് കിടക്കുകയെന്നോ അതും ഞാൻ അടച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കൂട്ടിലേക്ക് ഓടി കയറുക ശങ്കരി. അവരുടെ ഫുഡ് പാത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്നത് തന്നെ അവർക്ക് രണ്ടാൾക്കും ഇഷ്ടമല്ല കേട്ടോ. അതിനിടയിൽ അവളുടെ ആ ഒരു സംഭവം മുറ്റത്തിൻ്റെ ഇടയിൽ പോയപ്പോൾ കിടന്നിങ്ങനെ മാന്താണ്. ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അങ്ങോട്ട് മാന്തിക്കോട്ടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാന്തുമ്പോഴല്ലേ നഖമൊക്കെ അങ്ങോട്ട് പോവുള്ളൂ. കൂട്ടിൽ മാത്രം ഇട്ടാലോ അകത്ത് മാത്രം ഇട്ടാലോ അതൊന്നും പോവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് നേരം അങ്ങോട്ട് മാന്തി ഇരിക്കട്ടെ വെച്ച് ഞാൻ എടുത്തു കൊടുക്കാനും നിന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതങ്ങോട്ട് എടുത്തു കൊടുത്തു. പിന്നെ രണ്ടാളും അതുമലായി അവരെ പരിപാടിയുടെ ഗൈസ്.